നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 2 ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയവരെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഈ പറയുന്ന കുറെ നമ്മൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, സി പി എമ്മിന്റെ ഇന്ന സീറ്റിൽ ഇന്ന ആൾക്കാർ വരുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രാവശ്യം സ്വരാജിന് സീറ്റില്ല, നമ്മുടെ മണിയാശാന് സീറ്റില്ല, അവരെയൊക്കെ മാറ്റി നിർത്തി. പിന്നെ ഇ.പി. ജയരാജന്, ജി സുധാകരന്, എ.കെ. ബാലന്, രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ ഇവർക്കൊന്നും ഈ പ്രാവശ്യം സീറ്റില്ല. നേരത്തെ 2 ദിവസം മുന്നേ ശൈലജ ടീച്ചറിനെ തഴയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷെ ശൈലജ ടീച്ചർക്ക് സീറ്റുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്ങനെ നമുക്ക് ഇതിനെ നോക്കണം? ഇതില് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഉടുമ്പൻചോലയാണ് നമ്മുടെ മണിയാശാന്റെ സീറ്റ് എന്ന് പറയുന്നത്. മണലൂരായിരുന്നു രവീന്ദ്രനാഥിന് കൊടുക്കാനിരുന്ന സീറ്റ്. പിന്നെ നമുക്ക് ആ പ്രതീക്ഷ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് തൃപ്പൂണിത്തുറയായിരുന്നു എം സ്വരാജിന് കൊടുത്തിരുന്നത്. അപ്പൊ ഇത്രയും ഒരു നമുക്ക് തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ, ഇ.പി. ജയരാജന്റെ കാര്യത്തിലൊക്കെ പിന്നീട് നമുക്ക് ചർച്ചയിലേക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മണലൂരിനെ സംബന്ധിച്ചിടത്തോളം ടി.എൻ. പ്രതാപനന്ദമാണ് അവിടെ മത്സരിക്കാനായിട്ട് ഏറെക്കുറെ കച്ചകെട്ടിയിരിക്കുന്ന ഒരു നേതാവെന്ന് തോന്നുന്നു. അവിടെ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത ടേം വ്യവസ്ഥയൊക്കെ വരുന്ന ടേം വ്യവസ്ഥ നല്ലതാണ്. ഒരുപക്ഷെ കുറേയൊക്കെ അച്ചടക്കത്തോടു കൂടി ചിട്ടയോടു കൂടിയുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു ടൈറ്റ് മത്സരമാണ് നമ്മുടെ കേരളത്തിൽ ഇക്കുറി നടക്കാൻ പോകുന്നത്. ഒരു ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നാൽ ചോദിക്കും ഇതിന് മുൻപ് ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വല്ലാണ്ട് പതറി നിന്ന ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വല്ലാണ്ട് പരാജയപ്പെട്ട് തകർന്നു നിന്നൊരു സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നിട്ടും അവിടെ സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വീണ്ടും ഒരു അധികാരത്തിലേക്ക് കയറാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ഇവിടെ ഇലക്ഷൻ സ്ട്രാറ്റജികൾ കുറേയൊക്കെ മാറി. തെരഞ്ഞെടുപ്പിൻ്റെതായ കുറേ സ്ട്രാറ്റജികൾക്ക് എപ്പോഴും ഇവിടേക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചു. എന്ന് വെച്ചാൽ ഇതിന് മുൻപുണ്ടായിരുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു മുന്നണിയുടെ ഒരു ആവിർഭാവം വന്നു. അതായത് NDA ഇത് മുൻപുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ശക്തമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടായ മാറ്റമാണ്. ഏകദേശം 20ഓളം സീറ്റ്